ഇതേപോലെ സെറ്റും മുണ്ടും മഴയെ തൂക്കിയിട്ടേക്കണ പോലത്തെ ഒരു കഫ്താൻ അങ്ങോട്ട് റെഡിയാക്കിയാലോ. അപ്പോൾ ഇതേപോലെ അമ്മമാർ അല്ലെങ്കിൽ നമ്മളുടെ ആയാലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സെറ്റും മുണ്ടും വീട്ടിലിരിപ്പുണ്ടാവും. അതൊന്നും വെറുതെ കളയല്ലേ. നമുക്ക് ഇതേപോലെ അടിപൊളി ഒരു കഫ്താൻ തയ്ക്കാം. സെറ്റും മുണ്ടിനും ഇതേപോലെ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരു വേഷ്ടിയും ഒരു മുണ്ടും. വേഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സാരിയായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം അതാണ് നമുക്ക് ആവശ്യം. അത് ഇതേപോലെ നല്ല നീളമുള്ള ഭാഗമായിരിക്കുള്ളൂ. അത് ഇതേപോലെ ആദ്യം തന്നെ നമുക്ക് ലെങ്ത്ത് വൈസ് അങ്ങോട്ട് ഇതേപോലെ മടക്കുക, നീളത്തിൽ അങ്ങോട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം അത് രണ്ടാക്കി മടക്കിയെടുക്കുക. ഇപ്പം മടക്കം എങ്ങനെയാണെന്ന് മനസ്സിലായല്ല. അരികൊക്കെ നന്നായിട്ട് തേച്ചൊന്ന് ഭംഗിയാക്കിക്കും. ഈ സെറ്റും മുണ്ടിൻ്റെയൊക്കെ സൈഡ് എപ്പോഴും ഇതേപോലെ മടങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അടിഭാഗം എനിക്ക് ഇത്രയും ഭാഗം മതി കേട്ടോ. 40 ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഇറക്കം അനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഡിസൈൻ ഫിക്സ് ചെയ്യാം. കാരണം അതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ പച്ച കളറിലെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കവും വീതിയൊക്കെ നമ്മളൊരു ചുരിദാർ വെച്ച് അടയാളപ്പെടുത്തണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ 3.5 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളവുമാണ് കഴുത്തിനെടുത്തിരിക്കുന്നത്. ഞാനൊരു വി ആയിട്ടുള്ള ഒരു കഴുത്താണ് ഇവിടെ ചെയ്യണത്. അപ്പം ഞാൻ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ചെയ്യുന്നതിൽ. ഞാനിതൊന്നും കട്ട് ചെയ്യണില്ല. ഞാനിത് ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് ഇത് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, ഇതിൻ്റെ ഷോൾഡർ ഇതേപോലെ ഉൾഭാഗത്തും സൈഡ് ഭാഗത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ബാക്ക് നെക്ക് ഞാനൊരു 3 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതും ഞാൻ കട്ട് ചെയ്യണില്ല, ഞാനിങ്ങനെ വരച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്ടാണ് ഇട്ടിരിക്കുന്നത്, അതൊന്നും കണ്ടു നോക്ക് കേട്ടോ. താഴ്ഭാഗം ഞാൻ ഇതേപോലെ കുറച്ച് തുമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെട്ടിക്കളയണത്. കാരണം എനിക്ക് ആ പട്ട ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തുമ്പ് നിർത്തിയിരിക്കുന്നത് മടക്കിയടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ ഷോൾഡർ ഭാഗം അടയാളപ്പെടുത്തുന്നത്, ഷോൾഡർ 7 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. കൈക്കുഴി 7 ഇഞ്ചാണെങ്കിലും ഇതേപോലെ തന്നെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. കൈക്കുഴി നിങ്ങളുടെ 6 ആണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമുക്ക് അവിടെ ഒരു ലൂസ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 14 ഇഞ്ചിൽ നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തുക. പിന്നെ താഴ്ഭാഗത്ത് ഒരു 20-22 ഇഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളുടെ ചുരിദാറിൻ്റെ ഒരു താഴെയുള്ള വിരിവെന്ന് പറയുന്നത്, അതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതൊരു ചുരിദാർ വെച്ചിട്ട് വേണം ചെയ്യാട്ടോ. അതേ കഴുത്ത് കണ്ടില്ലേ, ഞാൻ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മുകളിൽ കൂടി എനിക്കൊരു ചെറിയ ഡിസൈൻ ചെയ്യാനുണ്ട്. മുണ്ടിൻ്റെ ഭാഗം ഞാൻ ഇതേപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടപ്പോൾ ഞാൻ ആ കസവിൻ്റെ ഭാഗം അവോയ്ഡ് ചെയ്തിട്ടാണ് മടക്കിയിട്ടേക്കണം. എനിക്ക് അത്രയും ഭാഗം മതിയാവും. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു പലാസോ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറിയിട്ടുണ്ടെങ്കിൽ പലാസോ ഒക്കെ തയ്ക്കണ വേറെ വീഡിയോസ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. പിന്നെ എല്ലാവർക്കും അങ്ങനെ അളവ് വെച്ച് തയ്ക്കാൻ ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു പലാസോ ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ ഒരു 2 ഇഞ്ചൊക്കെ നമ്മൾ കൂടുതൽ, ഇതിൻ്റെ തയ്യൽ തൂമ്പ് മുകൾ ഭാഗത്ത് ഒരു 2 ഇഞ്ച് ഇടുക. ഈ സൈഡ് ഭാഗത്ത് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെയൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണോട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. താഴ്ഭാഗത്ത് നമ്മൾ കുറച്ചാണ് മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ നമ്മൾക്ക് കൊടുത്താൽ മതിയാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഉള്ള, ഞാൻ ഇതിനകത്ത് ഒരു ഇലാസ്റ്റിക് അല്ല ഇടുന്നത്, ഞാനൊരു നാടയാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ഇലാസ്റ്റിക്കൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ വ്യത്യാസപ്പെടുത്തി എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു സംഭവം തയ്ച്ച് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ടിങ് ആണ് ഈ കാണിക്കുന്നത്. ആരും പെർഫെക്ഷൻ ഇതിനകത്ത് പ്രതീക്ഷിക്കരുത്, എന്നാലും നല്ല കംഫർട്ട് ഉണ്ടാവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടൊരു പലാസോ അങ്ങോട്ട് കട്ട് ചെയ്തില്ലേ. ശരിക്കും ഞാനിപ്പോൾ കട്ട് ചെയ്തേക്കണതും മുകളിൽ ഇലാസ്റ്റിക് ഇടാനുള്ള അത്രയും ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഇടണില്ല എന്ന് മാത്രം. കണ്ടില്ല, ഇത്രയും ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്ക് ഞാൻ ഇതേപോലെ മുട്ടുസൂചിയൊക്കെ കുത്തിയിട്ട് ഒരു ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആണ് ഇടുന്നത്. ഇതേപോലെ സ്കാലപ്പ് ഡിസൈൻ ഐയിലാണ് വന്നത്. 0 ഇട്ടിട്ടുണ്ട്, വിട്ട് 5 ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെൻഷൻ 0 ആണ് ഇട്ടിരിക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ടെൻഷൻ കൂടി പോകരുത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡിസൈനാണ്, അങ്ങനെ വലിയ സ്കാലപ്പൊന്നുമല്ല, ചെറിയൊരു ഡിസൈനാണ്. പിന്നെ ഞാനിവിടെ ബാക്ക് എഴുത്തി ഇത് ആരംഭിച്ചത്, പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. സ്കാലപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ ഡിസൈൻ. അപ്പോൾ എനിക്ക് ആദ്യം വന്നത് ഉള്ളിലേക്ക് വന്നിട്ടുള്ളതല്ല, പുറത്തേക്കാണ് സ്കാലപ്പ് വന്നിട്ടുള്ളത്. അത് പിന്നീട് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പുറത്തേക്ക് തിരിച്ച് ഫ്രണ്ട് ഭാഗം വേറെ ചെയ്തെന്ന് മാത്രം. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു ഇതായിട്ട് ചെയ്തതല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ ചെറിയ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം ഞാൻ രണ്ടാമത് ഇപ്പുറത്തെ സൈഡിൽ കൂടി എടുത്തിട്ട് ഫ്രണ്ട് ഭാഗം ഇതേപോലെ നോർമൽ സ്കാലപ്പായിട്ട് ഞാൻ ചെയ്യേണ്ട. ശരിക്കും ഇതൊരു ക്രോസ് പീസ് വെച്ചിട്ട് മടക്കടിക്കാനുള്ളൂ. എനിക്കത് മടക്കടിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്തത്. ചെറിയൊരു ഡിസൈൻ, അത്ര വലിയ ഡിസൈനൊന്നും ഇല്ല കേട്ടോ. അതിന് ശേഷം ഇതും കൊണ്ട് ചെറിയൊരു ട്രിമ്മറും കൊണ്ട് ഞാൻ അതിൻ്റെ സ്കാലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം കേട്ടോ. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് ഉരുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിക്കണില്ല. നമുക്ക് അതല്ലല്ലോ ഇവിടെ ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു മോഡലാണല്ലോ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ താഴ്ഭാഗം മടക്കി അടിക്കുമ്പോൾ പച്ച കളറിലെ നൂലാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾക്ക് താഴ്ഭാഗത്ത് പച്ചയാണ് ഡിസൈൻ വന്നത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗവും ഇതേപോലെ പച്ച കളറിലെ നൂലിട്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അതും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
നേരത്തെ ഞാൻ ഇതിൻ്റെ ഷേപ്പ് ടേപ്പ് വെച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. പക്ഷേ ടേപ്പ് വെച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ഇതേപോലെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ചുരിദാർ നിവർത്തിയിടാം. അപ്പോൾ ചുരിദാറിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മുടെ കഫ്താൻ്റെ സെൻറ്റർ ഭാഗവും ഒരേപോലെ ആക്കാൻ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ കൈക്കുഴിയും ഷോൾഡറും ഷേപ്പും എല്ലാം ഇതേപോലെ അടയാളപ്പെടുത്തിയാൽ നമുക്ക് ഇതേപോലെ പെർഫെക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ സാധിക്കും. പിന്നെ എപ്പോൾ ചെയ്യുമ്പോഴും 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ ലൂസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോൾ കയറിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ലൂസ് ഇടാൻ പറഞ്ഞത്. പിന്നെ ഞാനിതൊരു മൊട്ടു സൂചി കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ കയ്യിലെടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ചിലപ്പോൾ കൈ കിട്ടിയെന്ന് വരില്ല. കഫ്താൻ്റെ നമ്മുടെ ഒറിജിനൽ ഭാഗത്താണ് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോക്ക് കൊണ്ട് വളരെ സോഫ്റ്റായിട്ടേ വരയ്ക്കാൻ സാധിക്കുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ക്രീം കളറല്ലേ, അവിടെ പാട് ചിലപ്പോൾ അതേപോലെ തന്നെ നിലനിന്ന് വരും. അപ്പോൾ സോഫ്റ്റായിട്ട് വരയ്ക്കാം. മറന്നു പോകരുത്, ഫ്രണ്ട് സൈഡിൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കണം. മറിച്ചിട്ട് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കരുതിട്ട്. എനിക്ക് ആദ്യം ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയത്. അബദ്ധം പറ്റില്ലൊന്നും വലിയ വിഷയമല്ല, നമുക്ക് അപ്പം തന്നെ സ്റ്റിച്ച് അഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് അടിച്ചു കൊടുക്കാനുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേ നമ്മളുടെ പലാസോൻ്റെ സംഭവം ഇവിടെ നമ്മൾ റെഡിയാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇട്ടതിന് ശേഷം, അപ്പോൾ ഇത് പലാസവും കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കണില്ല, വലിയ വീഡിയോ ആയി പോവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചുരിദാർ പാൻറ്റൊക്കെ തയ്ക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ ഇതേപോലെ 2 ക്രോച്ചും കൂടി എടുത്തതിന് ശേഷം നമ്മൾക്കിത് തയ്ച്ചു കൊടുക്കാം. ഡബിൾ അടി പഠിക്കുന്നുണ്ട്. പിന്നെ ഒന്നിനും ലൈനിങ് ഇല്ല, അടിയിൽ നല്ല കട്ടിയുള്ള പാൻറ്റോ എന്തെങ്കിലും ടീഷർട്ടല്ല പെറ്റിക്കോട്ടോ എന്തെങ്കിലുമൊക്കെ ഇടാണ്ട് ഇത് ഇടാൻ പറ്റില്ല. ലൈനിങ് കൂടി എടുത്തു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അമ്മൂമ്മയുടെ സെറ്റിനേക്കാളും കൂടുതൽ പൈസ അവിടെ ചിലവാകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പെറ്റിക്കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഇതേപോലെ മടക്കി അടിക്കുക കേട്ടോ. ഫ്രണ്ട് ഭാഗം ഞാൻ പറഞ്ഞു അലാസ്റ്റിക് ഇടുന്നില്ല, ചെറുതായിട്ട് മടക്കി അടിക്കണുള്ളൂ. പിന്നെ ഞാനിവിടെ നമ്മൾക്ക് ഉള്ളിലേക്ക് ഇടാനുള്ള ചരട് തയ്ക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും മടിയുള്ളത് കൊണ്ടും ഞാനിതിൻ്റെ കര എടുത്തിട്ട് ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇതേപോലത്തെ കുറേ സൂത്രപ്പണികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് നേരിട്ടിട്ടാണ് വേണമെങ്കിൽ ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം ഇട്ടാലും നല്ല അടിപൊളി ത്രെഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റും മുണ്ടും കഫ്താൻ എങ്ങനെയുണ്ട്? വെറുതെ വല്ല തിരുത്തുണിക്കോ അല്ലെങ്കിൽ വല്ല പഴംതുണിക്കൊക്കെ എടുക്കണ ഒരു സെറ്റായിരുന്നത്. ഇത് ഞാൻ ഈ ഒരു കൺവെർട്ട് ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ കഴുത്ത് ഇത്തിരി ഫ്ലോപ്പായിരുന്നെങ്കിലും മടക്കെടുക്കലിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് വെച്ചിട്ട് ഞാനിതൊന്ന് പെയർ ചെയ്ത് നോക്കി. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്കിത് ചേർച്ച ചെയ്തിട്ടാണ് എനിക്ക് തോന്നിക്കണത്. അപ്പോൾ അമ്മയുടെയോ അമ്മുമ്മയുടെയോ ഒക്കെ സെറ്റും മുണ്ട് ഇപ്പം തന്നെ അടിച്ചു മാറ്റിയിട്ട് ഒരു ഓണത്തിന് ഒരു വെറൈറ്റി ഡ്രസ്സ് അങ്ങോട്ട് ഇപ്പം തന്നെ റെഡി ആക്കിക്കോട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.